ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ദാറ്റ് സാറ്റിസ്ഫൈ ദ ഗിവൺ കണ്ടീഷൻ. നമ്മൾ ഒരു എലിപ്സിൻ്റെ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. വെർട്ടീസസ് +or-5ഉം ഫോക്കൈ +or-4ഉം. ആദ്യം തന്നെ ടൈപ്പ് ഏതാണെന്ന് അറിയണം. കാരണം 2 ടൈപ്പ് എലിപ്സ് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അത് മറന്നു പോകരുത് കേട്ടോ. ഏത് ടൈപ്പ് എലിപ്സാണെന്ന് നമ്മൾ ആദ്യം അറിയണം. നമ്മൾ ആദ്യം തന്നെ അതിന് വേണ്ടി എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച് വെക്കാം. റഫാണ്. എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. വെർട്ടീസസ് +or-5, അതെവിടെയായിട്ട് വരും? +or-5, ഇവിടെയും വരും, -5, ഇവിടെയും വരും. ഇത് രണ്ടുമാണ് വെർട്ടീസസ്. അപ്പോൾ മനസ്സിലായി, വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് പരന്ന് വരുന്നത്. മനസ്സിലായില്ല? അപ്പോൾ എക്സ് ആക്സിസിൽ പരന്ന് വരുന്ന ഒരു എലിപ്സ് ആണെന്ന് മനസ്സിലായി. കാരണം വെർട്ടീസസ് എക്സ് ആക്സിസിലാണ്. 50 -50. ദിസ് ഈസ് ടൈപ്പ് 1 എലിപ്സ്. ഇത് ടൈപ്പ് 1 ആണ്. ഇക്വേഷൻ വരുന്നത് x² + y² + b² = 1 ആണ്. ടൈപ്പ് 1 എലിപ്സ്. അപ്പോൾ ഇക്വേഷൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം റഫായിട്ട് വരയ്ക്കുക. വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന്. അതിൻ്റെ ആ ഫോം എഴുതി വെക്കാം. x² + a² + y² / b² = 1. a² b² കിട്ടിയ ആൻസറായി അല്ലേ? ഇനി നമുക്കറിയാം. ഇനി കുഴപ്പമില്ല. ഇനി ടൈപ്പ് ഏതാണെന്ന് മനസ്സിലായാലും ഇനി കുഴപ്പമില്ല. വെർട്ടീസസ് കാണാനുള്ള ഫോർമുല +or-a എന്നല്ലേ? +or-a എന്ന് പറയുമ്പോൾ ഇവിടെ +or-5 ആയിട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ? ശരിയല്ലേ? ഇവിടെ എഴുതട്ടെ. അപ്പോൾ ഇവിടെ നമുക്കറിയാം വെർട്ടീസസ് കാണാനുള്ള ഫോർമുല +or-a ആണ് നമുക്കറിയാം. കോർഡിനേറ്റ് ആയിട്ട് എഴുതാതെ പറയുമ്പോൾ +or-a ആണ്. അത് +or-5 എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ A5 എന്ന് കിട്ടി. ഇനി ഫോക്കൈ വരുന്നത് നമുക്കറിയാം +or-c-യിലാണ്. -c and +c. ഫോക്കൈ +or-c-യിലാണ് അല്ലേ? ഫോക്കൈ വരുന്നത് എവിടെയാണ്? +or-c-യിലാണ്. അതിവിടെ +or-4 എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. C4 എന്ന് കിട്ടി. നമുക്ക് എയും ബിയും ആണ് വേണ്ടത് അല്ലേ? എനിക്ക് എയും വേണം ബിയും വേണം. എ റെഡിയാണ്. സി നമുക്കിവിടെ ഫൈനൽ ഇക്വേഷനിൽ സി വേണ്ട. സി കാണാനായിട്ട് ഒരു ഫോർമുല ഉണ്ടല്ലോ. ഓർമ്മയുണ്ടോ? സി കാണാനുള്ള ഫോർമുല √(a² - b² ആണ് സി കാണാനുള്ള ഫോർമുല. അത് 4 ആണ്. സി 4 ആണല്ലോ. So that is square root of a² എന്ന് പറയുമ്പോൾ 25. a² will be 5² 25 -b² = 4. രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ 25 - b² = 16. അറേഞ്ച് ചെയ്യുമ്പോൾ b² = 25 - 16 or b² = 9. a = 5 എന്ന് കിട്ടിയാൽ ഉടനെ a² = 25 എന്ന് അവിടെ എഴുതി ചേർത്തോ. ഓക്കെ. b² 9 കിട്ടി. നമുക്ക് ആൻസർ ആയില്ലേ? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താണ്? എലിപ്സിൻ്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. ടൈപ്പ് 1 ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. x² / a² + y² / b² = 1 ആണ്. അപ്പോൾ x² / a² 25 + y² / b² 9 = 1. ഇതാണ് എലിപ്സ്.